ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ ഈരാറ്റുപേട്ട നഗരത്തിലടക്കം ഉണ്ടായിരിക്കുന്നത്. ഈ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക്, വീടുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് ആകുന്നൊരവസ്ഥ, വെള്ളം പൂർണ്ണമായും ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ വലിയ നാശനഷ്ടമാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ദുരന്തം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി കഴിയുന്നു. കാരണം അത്ര വലിയൊരു നഷ്ടമാണുണ്ടായത്. ഇപ്പോൾ നമ്മളുള്ളത് PC ജോർജിൻ്റെ വീട്ടിലാണ്. ഈ PC ജോർജിൻ്റെ വീട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കും. ഏതായാലും ഒരു അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു അപകടം, അതൊരു ദുരന്തമല്ലേ? ഇതൊരു പ്രകൃതി ദുരന്തമാണ്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുറ്റപ്പെടുത്തുന്നെങ്കിൽ നമ്മുടെ ഈ അനേകം വീടുകൾ റോഡിൻ്റെ വെള്ളമൊഴുക്ക് തടഞ്ഞുകൊണ്ട് പല സംവിധാനങ്ങളും നമ്മൾ ചെക്ക് ഡാമുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനും കൂടെ കൂടിയാണല്ലോ ചെക്ക് ഡാം ഉണ്ടാക്കി ജനങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മുടെ മലയോര മേഖലയിൽ ചെക്ക് ഡാമെല്ലാം ഒന്ന് നിർമ്മാണം പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. ഞാൻ എത്ര കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. രാത്രി 2 മണിയായപ്പം വീടിനകത്ത് വെള്ളം വന്നു. ആളൊന്ന് വിളിച്ച് ഞാൻ ഏറ്റു കഴിഞ്ഞപ്പോൾ ഇത് മുറ്റം മുഴുവൻ നിറഞ്ഞു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഈ മുറി മുഴുവൻ കംപ്ലീറ്റ് വെള്ളമായി. പിന്നെ ഞാൻ 2ാം നില കയറി, ഞാനും ഭാര്യയും ഉഷ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൊച്ചുമാനുണ്ടായിരുന്നു. എല്ലാവരും നിങ്ങൾ മുകളിൽ കയറി ഇരുന്നു. ഈ പട്ടിയെ രക്ഷിക്കണ്ടേ, അത് തന്നെ എന്തൊരു ടെൻഷനാണ്. ഒരു വിധത്തിൽ അതിനെ എല്ലാം രക്ഷിച്ചു. വെള്ളം ഒരു 6:45 മണി വരെ ഈ മുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എനിക്ക് 2ാം നിലയിൽ നിന്ന്. പിന്നെ ഇതൊക്കെ നേരിടും. ഇത് ഒരു വലിയ നഷ്ടമുണ്ടായി. ഇത് കണ്ടിരിക്കുന്നത് ഈ മേശ അതെല്ലാം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയല്ലോ. അതിലൊന്നും എനിക്ക് ദുഃഖമില്ല. പക്ഷേ നമ്മുടെ 2 ആളുകൾ മരിച്ചിരിക്കുന്നു. നമ്മുടെ പൂഞ്ഞാർ തെക്കേര പഞ്ചായത്തിൽ വളരെയേറെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കുറേ വർഷമായി ഇവിടെ താമസിക്കുന്നു, ആദ്യമായാണ് ഇങ്ങനൊരു. അതെ. അതായത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വെള്ളം. ഇതിനു മുമ്പ് മുറ്റത്ത് വരെ വെള്ളം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പുരയ്ക്കകത്ത് ഒരു 4 അടി വെള്ളം കയറി. ഇത് ആദ്യത്തെ സംഭവമാണ്. ഇത് എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മാത്രമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല. സമാനമായ ഒരുപാട് വീടുകളിലും ഇവിടുത്തെ ഒരു വലിയ നഷ്ടം കൂടിയുണ്ട്. അതായത് 2 മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു പൂഞ്ഞാർ തെക്കര പഞ്ചായത്തിൽ മാത്രം. അത് തന്നെയല്ല, എത്ര വീടുകൾ നശിച്ചിരിക്കുന്നു. നമുക്കുണ്ടായ നഷ്ടം എത്ര? എനിക്കിപ്പോൾ ഇവിടെ ഒരു 15 ലക്ഷം രൂപ ഉണ്ടായി കാണും. ഉഷയുടെ ജവളിക്കട ഇതെല്ലാം കൂടെ പോയി ഒരു 30 ലക്ഷം രൂപ, അങ്ങനെ 45 ലക്ഷം രൂപ ഏകദേശം നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഉഷയ്ക്ക്. എനിക്ക് കൂടെ അത് ദൈവം തന്നു, ദൈവം എടുത്തു, അത്ര നമുക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ ഈ പാവപ്പെട്ടവൻ വീട് മുഴുവൻ നശിച്ചിരിക്കുക, അവനെ എങ്ങനെ രക്ഷിക്കുന്നുള്ള എൻ്റെ പ്രശ്നം. ഒരിടത്തും എനിക്കിന്ന് എല്ലായിടത്തും ഇത് പോകണം എന്നുള്ളത്. നാളെ എന്നാലും ഇത് കിട്ടിട്ട് ഞാൻ മരിച്ചുകൂടി എല്ലാ വീട്ടിലും പോകുന്നുണ്ട്. അവരെ ആശ്വസിപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. എന്ത് ചെയ്യാൻ, നമ്മുടെ ഒരു കഷ്ടകാലം. നമ്മുടെ മലയോര മേഖല മുഴുവൻ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളെ ഒരു ദുരിത നാടായി മാറിയിട്ടുണ്ട്. നമുക്കെങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്നതിനെപ്പറ്റി വളരെ വിശദമായ ഒരു ചർച്ച ഗവൺമെൻറ് നേതൃത്വത്തിൽ നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. ഇത്തരമൊരു വലിയ ചർച്ച നടക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം അത്ര അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വലിയ ആ ദുരന്തത്തിൽ വലിയ രീതിയിലുള്ള ഒരു നഷ്ടം, സമാനതകളില്ലാത്ത ഒരു നഷ്ടമാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ ആനന്ദുവിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോട്ടയം.